സമരങ്ങളൊക്കെ നയിക്കുമ്പോൾ ആ സമരത്തിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ ബോധപൂർവം തന്നെ ഈ പറഞ്ഞതുപോലെ യൂത്ത് കോൺഗ്രസ്സുകാരുണ്ടാക്കിയതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള സമരം നടത്തിയാൽ കേസുണ്ടായാൽ ആ കേസിലൊരു സംശയവും വേണ്ട, അവരെ അറസ്റ്റ് ചെയ്യും. അത് പിണറായിയുടെ പോലീസായാലും ഇനി അതിനു മുമ്പ് ഉമ്മൻചാണ്ടിയുടെ പോലീസായാലും ഒക്കെ ചെയ്തത് തന്നെയാണ്. എത്ര SFI നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പോലീസ്? എത്ര SFI പ്രവർത്തകരുടെ കയ്യിൽ ക്രിമിനലുകളെ കൊണ്ടുപോകുന്നത് പോലെ കയ്യാമ വെച്ച് കൊണ്ടുപോയിട്ടുണ്ട്? ഇതെല്ലാം ആർക്കാണ് അറിയാത്തത്? ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ നേതാവ്, അതിൻ്റെ പ്രസിഡന്റ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അറസ്റ്റ് ചെയ്തതിനെ പറ്റി ചിലപ്പോൾ അവർ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് ചിലർക്ക് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ രോഗമായിരിക്കും എന്നാണ്. നടുവേദന, പനി, ഇങ്ങനെയുള്ള രോഗമായിരിക്കും. അത് മറ്റു ചില ആളുകളെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച പദങ്ങളാണ് ഇവരെന്നെ. എന്നാൽ ഇവരെ അറസ്റ്റ് ചെയ്തപ്പോൾ എന്താ പ്രതികരണം? എനിക്ക് രക്തം കട്ട പിടിക്കുന്ന രോഗമുണ്ട്, മറ്റു പല രോഗങ്ങളുണ്ട്, ഞാൻ ചികിത്സയിലാണ്, എന്നിട്ടൊരു വ്യാജ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവുകയാണ്. കോടതി പറഞ്ഞു രണ്ട് വിധത്തിലുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട്. പോലീസ് ഹാജരാക്കിയ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അദ്ദേഹം തന്നെ ഹാജരാക്കിയ പ്രൈവറ്റ് ആശുപത്രിയിലെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പോൾ കോടതി പറഞ്ഞു, എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഏതായാലും അവസാനത്തെ മെഡിക്കൽ പരിശോധന നടത്താം. കോടതി തന്നെ സമ്മതിച്ച് കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് കൃത്യമായിട്ട് ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂറോ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഡോക്ടർമാർ പരിശോധിച്ചു. അത് ഇന്നലെ ഇങ്ങനെ കമൻഡർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ, പരിശോധിച്ചു. അവർ കൊടുത്ത റിപ്പോർട്ട് എന്താണ് എന്ന് TV ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിങ്ങനെ TV കണ്ടുകൊണ്ടിരുന്നതാണ്. ആ റിപ്പോർട്ടിൽ കാര്യമായ ഒരു രോഗവുമില്ല. ആ റിപ്പോർട്ട് കോടതിയുടെ മുമ്പിലെത്തി. ഇതിനു മുമ്പ് അറസ്റ്റ് ചെയ്ത KSU യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്കൊന്നും ജാമ്യം കിട്ടിയിട്ടില്ല. അങ്ങനെ ജാമ്യം കിട്ടാതിരുന്നത് പോലെ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിനും ജാമ്യം കിട്ടാൻ സാധ്യതയില്ല. രോഗമാണ് എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും ഒരു പുതിയ പ്രത്യേകതയിൽ ജാമ്യം കിട്ടുമോ എന്നുള്ള ശ്രമമാണ് നടത്തിയത്. സമരവും പ്രക്ഷോഭവും നടത്തുമ്പോഴുന്ന ലാർജവും വേണം. സമരത്തിന്റെയും പ്രക്ഷോഭത്തിന്റെയും ഭാഗമായിട്ട് കൽത്തുറുങ്കിൽ കിടക്കേണ്ടി വരും. പറയുമ്പം കാണിക്കുന്ന ആവേശം പോരാ, അതിനുള്ളൊരു മനസ്സ് വേണം. കൊടുങ്ങല്ലൂർ SFIയുടെ ഒരു പ്രവർത്തകയെ അറസ്റ്റ് ചെയ്തു. വീട്ടിൽ തന്നെയാണ്, അമ്മയുടെയൊക്കെ മുമ്പ് തന്നെയാണ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്ത് പിന്നീട് ജാമ്യം കിട്ടി തിരിച്ചു വരുമ്പോൾ ആ അമ്മയുടെ മുമ്പിലേക്ക് മകളെത്തിയപ്പോൾ രക്തഹാരം അണിയിച്ച് സ്വീകരിച്ച പാരമ്പര്യം ഈ കേരളത്തിൽ ഇതിൻ്റെ ഒപ്പം തന്നെയാണ് ഉണ്ടായത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതാ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ, പുരോഗമന പ്രസ്ഥാനത്തിന്റെ, SFIയുടെ നിലപാട്.